ഹലോ എടീ മോർണിംഗ് 9:30 ഫ്ലൈറ്റിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്തി. വീട്ടിലോട്ട് കയറിയില്ല. ആ കാര്യസ്ഥൻ പോയി ആണ് ഇവിടെ ഒന്നും കാണുന്നുമില്ല. അവൻ എന്തിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നെക്സ്റ്റ് ഡേ നമുക്ക് മീറ്റ് ചെയ്യാടി. ഓക്കെ, സീ യു, ബൈ. ഹോ, ഈ ഇംഗ്ലീഷ് പറഞ്ഞു ഞാൻ മടുത്തു. മലയാള സ്പീച്ച് എനിക്കൊക്കെ കൊതിയാവുക. അയ്യോ കൊച്ചുമ്മ, അയ്യോ കൊച്ചുമ്മക്ക് ഇതെന്തൊരു മാറ്റമാ. നിനക്കിതെന്തൊരു നാറ്റവാ? അയ്യോ അത് ഞാൻ ചാണകം നിന്ന് തീർക്കുമായിരുന്നു. ചാണകം തിന്ന് തീർക്കുവായിരുന്നു. ചാണകം നിന്ന് നീക്കുമായിരുന്നു. കൊച്ചമ്മ ഇതെന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നേക്കുന്നേ. അത് കൊള്ളാവല്ലോടാ. മുന്നറിയിപ്പും തന്ന് സൈറിന് അടിച്ചു വരാൻ ഞാനാടാ കുർള എക്സ്പ്രസോ. കൊച്ചമ്മയുടെ ഒരു തമാശ. അതെന്താടാ ഞാൻ തമാശ പറഞ്ഞാല്? അയ്യോ കൊച്ചമ്മ തമാശ പറഞ്ഞു. പക്ഷെ കൊച്ചമ്മയുടെ ഈ തമാശ പറച്ചില് കാരണമാണ് ഈ അയലോക്കത്തൊന്നും ആരും വന്ന് താമസിക്കാത്തെന്നൊരു കരക്കമ്പി ഉണ്ട്. ആ കമ്പി എടുത്തതിന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടി. അയ്യോ ഞാനങ്ങല്ല പറഞ്ഞു. നീ കണ്ടത് മാറിക്കേടാ. കൊച്ചമ്മ, ഓ മൈ ഗോഡ്. എടാ ഞാൻ പോകുമ്പോ ഇവിടെ ഒരു പ്ലാവ് നിപ്പുണ്ടായിരുന്നല്ലോ, അതിപ്പോ കാണുന്നില്ല. അത് എവിടെ പോയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. പ്ലാവ്? പ്ലാവല്ല, ഇവിടെ ഒന്ന് വരിക്ക പ്ലാവ് എന്തിയെന്നാ ചോദിച്ചു. ഓ ആ പ്ലാവ്. ആ പ്ലാവ്. എന്റെ കൊച്ചമ്മ ഇവിടുന്ന് പോയപ്പോ തൊട്ട് ഈ നാട്ടിലുള്ള സകലവന്മാർ ഇവിടെ വരും. എന്നിട്ട് ഈ പ്ലാവ് എന്ന് ചക്ക ഇടും. എന്നിട്ട് വെട്ടിക്കീറി ഇവിടെ എല്ലാം വൃത്തികേടാക്കി എനിക്കൊരു ചക്കച്ചോള പോലും തരാതെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഞാൻ മുട്ടയിൽ ഒരു കൂടോത്രം ചെയ്ത് പ്ലാവിന്റെ അടിയിൽ കൊണ്ട് കുഴിച്ചിട്ടു. വാട്ടിയ മുട്ടയൊന്നുമല്ല, പച്ചമുട്ട. പ്ലാവല്ലയോ ഈ നിക്കുന്നേ. എന്റെ കൊച്ചമ്മേ, കൂടോത്രമായോണ്ട് പ്ലാവ് വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പ്ലാവ് ഇവിടെ നിപ്പുണ്ട്, അതുകൊണ്ട് ഒരു കുരുവി പോകുന്നുണ്ടോ. അല്ലടാ, നിന്റെ വീടിന്റെ പണിയൊക്കെ എന്നാ പറഞ്ഞേ? അത് കട്ടളയുടെയും ജനലിന്റെയും കഥയിന്റെ പണി കഴിഞ്ഞായിരുന്നല്ലോ കൊച്ചമ്മേ. ഓ ഐ സി. അപ്പൊ ഈ കട്ടളയും ജനലും ഒന്നും വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് പറഞ്ഞു മടുത്തു. മലയാള സ്പീച്ച് എനിക്കിപ്പോ അങ്ങ് കൊതിയാവുക. അമേരിക്ക പോയാലും കൊച്ചമ്മയുടെ ലോക്കലിസം അങ്ങോട്ട് മാറിയിട്ടില്ല. ഈ വീടും പരിസരവും ഒക്കെ തൂത്ത് വൃത്തിയാക്കിയിടാൻ ഞാനൊരു വേലക്കാരത്തിയെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവളെന്തേടാ? അവളെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. എന്റെ കൊച്ചമ്മേ, അവളെ ആ മീൻകാരൻ വാസു അടിച്ചോണ്ട് പോയി. അവൻ എന്നും ഇവിടെ വന്ന് കിടന്ന് വാരി കൊടുക്കുന്നേ പറയും. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ അവൻ അവളെയും വാരി എടുത്തോണ്ട് ആ മതിലിന്റെ പുറത്തിരിക്കുക. ഞാൻ പറഞ്ഞു ഇറങ്ങി പൊക്കോളാന്ന് പറഞ്ഞു ഇവിടുന്ന്. ഇല്ല, അവൾ എന്റെ തലയിലായനെ. അല്ല, എനിക്ക് തലവേദനയായനെ. എന്നാ കൊച്ചമ്മ? ആ പുതിയതായിട്ട് വാങ്ങിച്ച സ്ഥലത്തെ കാടും പടലും ഒക്കെ തെളിക്കണമെന്നൊക്കെ ഞാൻ നിന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. നീ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതാ മലേറിയ അല്ലേ കൊച്ചമ്മേ? മലേറിയയോ? മലേറിയ അല്ല, അതാ മലേറിയയിലെ സ്ഥലം അല്ലയോന്ന്. ആ സ്ഥലം തന്നെ. എന്റെ കൊച്ചമ്മേ, വന്യമൃഗങ്ങളുടെ ശല്യം കാരണം അവിടുത്തെ കാടും പടലും തെളിക്കാൻ പോയിട്ട് മനസമാധാനമായിട്ട് എനിക്കൊന്ന് പോയി വെളിക്കിരിക്കാൻ പറ്റുന്നില്ല, അറിയാമോ? എടാ, വെളിക്കിരിക്കാതെ നിനക്ക് അകത്തിരിക്കത്തില്ലേ? എന്റെ കൊച്ചമ്മേ, വെള്ളത്തിനൊക്കെ ഇപ്പൊ എന്നാ വിലയാ. അത് കറക്റ്റ്. തന്നെയുമല്ല, ജലം അമൂല്യമാണ്. അത് കുറേശ്ശെ പാഴാക്കണമെന്ന് കൊച്ചമ്മ തന്നെ ഇല്ലയോ ഈ തള്ളുന്നത്. നിനക്ക് ഇത്രയും കരുതലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നടാ. കൊച്ചമ്മേ, മറ്റേ ഉത്സവ കമ്മിറ്റിക്കാര് വന്നായിരുന്നു കേട്ടോ. എടാ, നോട്ടീസിൽ എന്റെ പേരോട് വെക്കണമെന്ന് നീ അവരോട് പറഞ്ഞോ? പറഞ്ഞായിരുന്നു. എന്നിട്ട് അവര് പേര് വെച്ചോ? 100 രൂപയും കൊടുത്തിട്ട് നോട്ടീസിൽ പേര് വെക്കാൻ പറഞ്ഞേന് അമ്മാരെന്റെ മോന്ത പിടിച്ച് ആ ഭിത്തിയിലിട്ട് ഒരച്ചു. ഇനി അവിടെ പെയിന്റ് അടിക്കണമെങ്കിൽ 700 രൂപ ചെലവ്. അത് സാരമില്ലടാ. സാരമില്ലല്ലേ? അത് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിച്ചോളാം. എന്തുവാടാ? ഷോക്ക് അടിച്ചോനെ പിടിച്ച് ഷോക്കേസ് വെക്കാൻ നോക്കരുത് കൊച്ചമ്മേ. അല്ലടാ, നീ ആരോട് ചോദിച്ചിട്ടാ ഈ വീട് സീരിയലുകാർക്ക് വാടകയ്ക്ക് കൊടുത്തത്? അത് കൊച്ചമ്മ എങ്ങനെ അറിഞ്ഞു? എടാ, ഞാൻ അവിടെ TV വാങ്ങിച്ചു വെച്ചേക്കുന്നത് ചപ്പാത്തി ഇടാനൊന്നും അല്ല. അപ്പൊ അവിടെ ഇരുന്നാലും ഇതൊക്കെ കാണാല്ലേ? എടാ, മന്ദാര സീരിയല് അവന്മാരാ കള്ളന് വരെ മാല ഇട്ട് വെച്ചേക്കുന്ന എന്റെ ഭർത്താവിന്റെ ഫോട്ടോയിലാടാ. മര്യാദക്ക് അത് അവിടെ നിന്നെടുത്ത് മാറ്റിക്കോണം. അതെന്നായാലും മാല ഇട്ട് വെക്കാനുള്ളതല്ലേ കൊച്ചമ്മേ. ഈ ഇംഗ്ലീഷ് പറഞ്ഞു ഞാൻ മടുത്തു. മലയാള സ്പീച്ച് ചെയ്യാൻ എനിക്കൊക്കെ കൊതിയാകുക. പെണ്ണുമ്പിള്ളക്ക് വട്ടാണോ? എടാ, നീ എന്താ കൊച്ചമ്മ? എടാ, എനിക്കൂടെ ആ സീരിയലിൽ ഒരു നല്ല വേഷം വാങ്ങിച്ചു തരാവോടാ? ഞാൻ ചോദിച്ചിട്ട് എനിക്കൊരു ജ്യൂസ് കിട്ടിയില്ല, പിന്നെ ആ കൊച്ചമ്മയ്ക്കൊരു വേഷം. എന്നാ നിർത്തിക്കോ. നീ കൂടുതലൊന്നും പറയണ്ട. മര്യാദക്ക് വീട് പൂട്ടി താക്കോലിങ് നേരെ ഞാൻ മറ്റാരെയും ഏൽപ്പിച്ചോളാം. എന്റെ കൊച്ചമ്മ, അതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാവും? വീട് വാടകയ്ക്ക് കൊടുത്തേക്കല്ലയോ? എടാ, അത് 2 ദിവസം കഴിയുമ്പോ തീരുമല്ലോ. അപ്പം താക്കോലിങ് വാങ്ങിച്ചു തന്നേര്. എന്റെ കൊച്ചമ്മേ, അതിനിത് 5000 എപ്പിസോഡിന്റെ സീരിയൽ ഇല്ലയോ? ചതിച്ചോ ദൈവമേ, എന്റെ വീടും പോയോ?